ഇറാൻ അമേരിക്ക ആണവ കരാറിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു നല്ല ഗതിയിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് അലസിപ്പിരിയാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകുമെന്നും പല വാർത്തകളും വരുന്നുണ്ട്. ഇസ്രായേലിനെ ഇറാനെ കയറി അടിക്കുമോ? അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ മറ്റൊരു നിരീക്ഷണവും വരുന്നു. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നുള്ള രീതിയിലും വരുന്നു. കാര്യം 4 തവണ ചർച്ച നടന്നു. 4 തവണയും ഇത് അലസിപ്പിരിയുകയാണ് ചെയ്തത്. 5-ാം തവണയാണ് ഈ വെള്ളിയാഴ്ച റോമിലാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഇറാനെ ഒരു കരാറിലേക്ക് എത്താനായിട്ട് നിർബന്ധിതമാക്കാനായിട്ടുള്ള ഒരു കോപ്പുകോട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാലും ട്രംപിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ട്രംപ് ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതായത് അവരുടെ ഈ ഇറാന് ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളുണ്ടല്ലോ, പ്രധാനമായിട്ടും ഇറാഖ്, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർ, സൈനികരല്ലാത്ത മറ്റുള്ളവരുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, പിന്നെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ടാത്ത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നാട്ടിലേക്ക് മടങ്ങണം എന്ന തരത്തിൽ ട്രംപ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ അപകടകരമായ സ്ഥലം, ആ സ്ഥലത്തെ അങ്ങനെയാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ പൗരന്മാരുടെ രക്ഷയെ കരുതി അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങണം എന്ന തരത്തിൽ ട്രംപ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നിലവിൽ ഇസ്രയേൽ, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള സൂചനയാണ് വരുന്നത്. ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി, അതായത് അതിന് ഖേദിക്കേണ്ടി വരും എന്നാണ് ഇറാൻ മറുപടിയും കൊടുത്തിട്ടുള്ളത്. ഈ സംഘർഷങ്ങൾ, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2015 ആണവ കരാറോടുകൂടിയാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നതിന് പകരമായി ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് 2015 ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് ഇറാനുമായി കരാറുണ്ടാക്കിയത്. പക്ഷേ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങി. ഇതിനുശേഷം പലതവണ ഇറാനുമായി ചർച്ചകൾ നടന്നു. അതിനൊരു ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ച. ആ ചർച്ചകളിലൊക്കെ ഒരു ഫലമുണ്ടാകാതെ അലസിപ്പിരിയുകയാണ് ചെയ്തത്. നിലവിൽ ഇറാന് 300 കിലോ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനായിട്ട് ഉള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഈ സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ അതിനെ, യുറേനിയത്തെ വിഘടിപ്പിച്ച് ആണവോർജ്ജമാക്കി മാറ്റാൻ, അതായത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള 300 കിലോ വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനായിട്ടുള്ള അനുമതി ഇറാന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ചർച്ചകളിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് പൂർണ്ണമായും ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. സ്വന്തം നിലയിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനായിട്ട് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഈ വരുന്ന ദിവസത്തെയും ചർച്ച അലസിപ്പിരിയാനാണ് സാധ്യത. അങ്ങനെ അലസിപ്പിരിഞ്ഞാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇറാൻ ആണവ പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ആക്രമിക്കുക പ്രത്യക്ഷമായും ഇസ്രായേലായിരിക്കും. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലായിരിക്കും. ഇസ്രായേൽ ഇതിനോടകം തന്നെ ഈ വർഷം തന്നെ 2 വട്ടം ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു രാജ്യമാണ്. പ്രത്യേകിച്ചും ഗസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, കലാപങ്ങൾക്ക് ഇറാനിൽ നിന്നുള്ള സായുധ സംഘങ്ങൾ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതുകൂടാതെ ഇറാൻ്റെ തന്നെ ഈ സായുധ സംഘങ്ങൾ ഇറാഖിലും സിറിയയിലുമുണ്ട്. അവിടെയും ഇസ്രായേൽ സേന അവിടെയും ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധപ്രതീതി ഇപ്പോൾ ഉണ്ടാകുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. ആ ചർച്ചയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ മധ്യേഷ്യ വലിയ രീതിയിലുള്ളൊരു യുദ്ധപ്രതീതിയിലേക്ക് പോകാനാണ് സാധ്യത. അതായത് അമേരിക്കയുടെ ഇടപെടൽ ഇവിടെ ശക്തമായിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കിട്ടുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അമേരിക്ക മിക്കവാറും പറയും, കയറി അടിച്ചോളാനായിട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് പറയാനാണ് സാധ്യത. അങ്ങനെ അവിടെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഒന്ന് ഊഹിച്ചിട്ടുണ്ടോ? വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാൻ സാധ്യത. കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ സൈന്യത്തെക്കാൾ കൂടുതൽ സായുധ സംഘങ്ങൾ ധാരാളമായി, അതായത് തീവ്രവാദികളെന്ന് തന്നെ പറയണം,
അവർ രാജ്യത്തിൻ്റെ തന്നെ സൈന്യത്തിൻ്റെ തന്നെ ഒത്താശയോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ രാജ്യം ഉത്തരവാദിത്തം പറയണമെന്നില്ല. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവർക്ക് മറ്റ് ഇടങ്ങളിലും താവളങ്ങളുണ്ട്. ഇറാഖിലും സിറിയയിലും അടക്കം താവളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തും ഈ സംഘർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് വലിയൊരു തരത്തിലുള്ള വെല്ലുവിളി, ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് ഇറാൻ നൽകുന്ന ഭീഷണി. അതായത് അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഊർജ ആവശ്യങ്ങൾക്കായിട്ടാണ് നടത്തുന്നത് എന്ന് പറയുമ്പോഴും അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വാദിക്കുന്നത് ഈ ഇറാൻ്റെ കയ്യിൽ ഇതിനോടകം തന്നെ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതിനെ ഭയപ്പെടണം. കാര്യം ഈ ഇറാൻ പലപ്പോഴും ഈ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിട്ടില്ല. ഇറാൻ ഒരു കാരണവശാലും ഈ തരത്തിൽ ഒരു ആണവായുധം സ്വന്തമാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈ അമേരിക്കയുടെ ഇത്തരം നടപടികൾ ആ മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പ്രധാനമായും എണ്ണയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ആ എണ്ണ ഖനനത്തിന്, എണ്ണ സ്വന്തമാക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നാണ് ഇറാൻ്റെ ആരോപണം. ഇത്തരം സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ എണ്ണവിലയിലും അത് പ്രതിഫലിക്കുകയും ചെയ്തു. അതിൻ്റെ ഏതാണ്ട് $4 എണ്ണ വിലയിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം ഉണ്ടാകുക എണ്ണവിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവാണ്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. വലിയ രീതിയിലുള്ള എണ്ണ ശേഖരം അവർക്കുണ്ട്. അതിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഈ അമേരിക്ക ഈ ആണവ പദ്ധതിയുടെയൊക്കെ പേരിൽ അവർക്കെതിരെ തിരിയുന്നത്, നടപടികൾ എടുക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുകയാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദനത്തിൽ കാര്യമായ ഇടിവുണ്ടാകാനും അവരുടെ കയറ്റുമതിയിലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തും. ഇസ്രയേലും ഇറാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ചില രാജ്യങ്ങൾ ഏറെ ഇടപെടും. ഒന്ന് തുർക്കിക്ക് ഇടപെടാനുള്ള കാണിക്കും, അസർബൈജാൻ ഉറപ്പായിട്ടും ഇടപെടും. അതിന് പിന്നാലെ റഷ്യ ഇടപെട്ടാൽ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ പോകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. റഷ്യ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കളി മാറും. പിന്നെ അമേരിക്കയും റഷ്യയും തമ്മിലാവും പ്രശ്നം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. പിന്നെ അത് ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിക്കും, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ജപ്പാനും ചൈനയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകാതെ ഈ ഇസ്രയേൽ അഥവാ ഇനി ഇറാനെ അടിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ മാത്രമുള്ള ഒരു സംഘർഷമായിട്ട് അത് ലഘൂകരിക്കപ്പെടുകയാണ് നല്ലത്, ഏതാണ് ലോകത്തിന് നല്ലത്. അല്ല, ഇറാൻ വലിയ സൈനിക ശക്തിയാണ്, അവർ ബുദ്ധിമോശം കാണിച്ച് വലിയ രീതിയിൽ പ്രശ്നം വഷളാക്കുമെങ്കിൽ അത് ലോകയുദ്ധത്തിലേക്ക് വരെ നയിക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താരതമ്യേന ഇറാൻ സൈനികമായി താരതമ്യേന ഇസ്രയേലിനെ അപേക്ഷിച്ച് ദുർബലരാണ്. അവർക്ക് മറ്റു സായുധ സംഘങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ കരുതിയിരിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ, ഇസ്രയേലും അമേരിക്കയും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണെങ്കിൽ അതേ നാണയത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നുമുണ്ട്. ഇപ്പം ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതായിരിക്കും ആദ്യം വെളിപ്പെടുത്തുക. നേരത്തെ തന്നെ 2 ഇസ്രയേൽ പൗരന്മാരെ ഇറാന് വേണ്ടി ചാരപ്രവർത്തനത്തിന് നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്നത് ഈ സൈനിക രഹസ്യങ്ങൾ, ആണവായുധ രഹസ്യങ്ങളടക്കം ഇറാൻ്റെ പക്കൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വന്നാൽ അക്കാര്യം വെളിപ്പെടുത്തുന്ന തരത്തിലൊരു വിലപേശൽ തന്ത്രവും ഇപ്പോൾ ഇറാൻ പയറ്റുന്നുണ്ട്. ഏതായാലും വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയാണ് പ്രധാനം. അതിൽ ഉണ്ടാകുന്ന തീരുമാനം ഫലപ്രദമാവുകയാണെങ്കിൽ ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഒഴിവായേക്കും.